1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് വെളിപ്പെടുത്തി ഭാരത സൈന്യം $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം പാകിസ്ഥാനിലെത്തിച്ചു. ഇത് സംബന്ധിച്ച് അക്കാലത്ത് പുറത്തുവന്ന വാർത്തയും ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ചില രേഖകൾ ഇപ്പോൾ ഭാരത സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം പാകിസ്ഥാനിൽ എത്തിച്ചു നൽകി അമേരിക്ക എന്നാണ് ഇപ്പോൾ ഭാരത സൈന്യം പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പുറത്തു വന്നൊരു വാർത്തയും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. തീർച്ചയായും ദേവിക, ഇത് നമുക്കറിയാവുന്നതാണ്. മലയാള പത്രങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് പോലെ ചരിത്രത്തിൽ ഇന്ന് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക പങ്ക്തി ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ചരിത്രത്തിൽ ഇന്ന് എന്ന പങ്ക്തിയുടെ സമാനമായ ഒരു രീതി, അതായത് ഇന്നേ ദിവസം 1971 വന്ന ഒരു ആ പത്രത്തിൻ്റെ വിശദാംശങ്ങളുമായാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാചരൺ ശുക്ല രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പത്രവാർത്ത വളരെ കൃത്യമായി പറയുന്നുണ്ട്. 1954 മുതൽ 71-72 കാലഘട്ടം വരെ, അതായത് ബംഗ്ലാദേശ് വാറിൻ്റെ കാലഘട്ടം വരെ, ബംഗ്ലാദേശ് ഉണ്ടായ ആ യുദ്ധത്തിൻ്റെ കാലഘട്ടം വരെ കൃത്യമായി ആയുധങ്ങൾ വിതരണം ചെയ്തു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2 കോടിയോളം രൂപയുടെ ആയുധങ്ങൾ US-ൽ നിന്നും പാകിസ്ഥാന് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. US-ൽ നിന്നും പാകിസ്ഥാന് ലഭിച്ചു 2 കോടി രൂപയുടെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ 2 കോടി രൂപയുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ വാർത്തയിൽ പരാമർശിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെ ത്രോ അവേ പ്രൈസ്, അതായത് ഏതെങ്കിലും ഒരു വിലയ്ക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകുക എന്ന, അല്ലെങ്കിൽ ചീപ്പർ റേറ്റിന് നൽകുക എന്ന രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്ന ആ വാർത്തയെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധി വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് ഉൾക്കൊള്ളുന്നത് കൂടിയാണ്. അതായത് ചൈനയും ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകിയെന്ന വിവരങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ വിവരങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ തന്നെ പുറത്തു വന്ന ചില സൂചനകളും വാർത്തകളുമാണ്. ഇതിനെ സ്ഥിരീകരിക്കുന്നൊരു നീക്കം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടി, അതായത് ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി വളർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭാരതവും അതുപോലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അമേരിക്കയുമായി തുടരുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന ചില അസ്വാരസ്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനുള്ളൊരു നീക്കത്തിലേക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ അമേരിക്ക നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനെ പ്രയോജനപ്പെടുത്തിയെന്ന വലിയൊരു ഗൗരവമേറിയൊരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പുറത്തു വന്നിരിക്കുന്നത് ഡോക്യുമെൻറ്റുകളായി, അല്ലെങ്കിൽ ഇതിനെ ആധികാരികമായ സംവിധാനങ്ങൾ, ഒരു പക്ഷേ അത് സൈന്യം ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഇത്തരത്തിൽ ആ യുദ്ധത്തിന് ശേഷം പിടിച്ചെടുത്ത അല്ലെങ്കിൽ കീഴടങ്ങുമ്പോൾ ലഭിച്ച ആയുധങ്ങളിലെല്ലാം തന്നെ ഇത്തരം ഗ്രൂപ്പുകളിൽപ്പെട്ട ആയുധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്ന സൂചന നേരത്തെ വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള സൂചനകളൊന്നും സ്ഥിരീകരിക്കുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റുകളോ ഒന്നും അല്ല സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും മറ്റൊരു ഗൗരവമേറിയ വിഷയമാണ്. ഒരുപക്ഷേ ഈ യുദ്ധത്തിൽ നിന്നും, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന വേളയിൽ പിടിച്ചെടുത്ത ആയുധങ്ങൾ, അല്ലെങ്കിൽ കീഴടങ്ങുന്ന സൈനികരെ, പാകിസ്ഥാൻ്റെ കീഴടങ്ങുന്ന സൈനികരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആയുധങ്ങളാണ് എന്ന സർട്ടിഫിക്കേഷനുള്ളൊരു സാധ്യത കൂടി ഇതിൽ കുറേ കൂടി ആധികാരികമായി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇത് വായിക്കുമ്പോൾ നമുക്ക് ലഭ്യമല്ല. രാജ്യസഭയിൽ വിദ്യാചരൺ ശുക്ല നൽകിയ ഒരു മറുപടി മാത്രമാണ് ഇതിൽ മറുപടിയായാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈസ്റ്റേൺ കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കം അന്ന് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഓയിൽ ഇടപാട്, അതായത് എണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ എണ്ണ ഇടപാട് നടത്തുന്നത്, എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില ധാരണകളിലെത്തുന്നതിന് താല്പര്യമുണ്ട് എന്ന നിലപാട് US അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിലവിൽ സാഹചര്യത്തിൽ ഒരു ട്രേഡ് താല്പര്യം അമേരിക്ക പാകിസ്ഥാനുമായി തുടരുന്ന, അല്ലെങ്കിൽ അമേരിക്ക പാകിസ്ഥാനെ മികച്ച സൗഹൃദ രാഷ്ട്രമായി തുടരാനുള്ളൊരു നീക്കത്തിലേക്ക് പോകുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആർമിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രേഖ പുറത്തുവിട്ടുകൊണ്ട് കൃത്യമായ ഒരു വിശകലനം, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം പുറത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ തോതിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ 2 കോടി രൂപയുടെ ആയുധങ്ങൾ അന്ന്, അതായത് ഈ വാർത്ത വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വരുന്ന സമയത്ത് 2 കോടി രൂപ എന്ന് പറയുമ്പോൾ വലിയ ഒരു തുക തന്നെയാണ്. അത്രയും വലിയ തുക, അതും ചീപ്പർ റേറ്റിൽ നൽകിയെന്ന് പറയുമ്പോൾ, ഒരു മാസ് ആയുധങ്ങൾ നൽകി അത് ഷിപ്മെന്റായി തന്നെ. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കേണൽ രാജീവ് മണാലി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജീവ്, ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ചില രേഖകൾ ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം എത്തിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും
സെവൻത് ഫ്ലീറ്റ് അമേരിക്ക മൂവ് ചെയ്തിരുന്നു ഈ യുദ്ധത്തിൽ കാര്യമായ പങ്കുവഹിക്കാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാനോട് അമേരിക്കക്കുള്ള ഒരു പ്രത്യേക സവിശേഷവും പ്രത്യേകവുമായ ഒരു താല്പര്യം അത് 65-ലും 71-ലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. പിന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറില് അവരുടെ നമ്മള് അവരുടെ നൂർഖാനിലൊക്കെയുള്ള ആണവ കേന്ദ്രങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആക്രമിക്കുകയും അത് നാമാവശേഷമാക്കുകയും ചെയ്തപ്പോൾ മറ്റാരും അറിയുന്നതിന് മുമ്പ് അമേരിക്കൻ ആണവ പരിശോധന വിമാനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട്? ഇത് വളരെ കാര്യമായ സംഗതിയാണ്. ഈ പാകിസ്ഥാനുമായിട്ടുള്ളവരുടെ ബന്ധം വളരെ ആഴമേറിയതാണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടും നമുക്കറിയില്ല. അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അന്വേഷണ ഏജൻസികൾ അതിൽ കൂടുതൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആണെന്ന് പറയുമ്പോഴും അതിനോട് ഘടകവിരുദ്ധമായ രീതിയിലാണ് അമേരിക്ക പ്രതികരിച്ച് കാണുന്നത്. ശരി, അത് തന്നെയാണ്. കാരണം ഇത് വളരെ നിർണായകമായൊരു വെളിപ്പെടുത്തലാണല്ലോ. കാരണം സൈന്യം പുറത്തുവിട്ടത് അന്നത്തെ കാലത്തെ ഒരു വാർത്തയും ഉൾപ്പെടെയാണ് സൈന്യം പുറത്തേക്ക് വിട്ടിരുന്നത്. ഈസ്റ്റേൺ കമാൻഡാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം അമേരിക്ക പാകിസ്ഥാനിൽ എത്തിച്ചു എന്നും കൂടി സൈന്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നടന്നിരിക്കും. ഇപ്പൊ സൈന്യം അത് അങ്ങനെ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇതുവരെ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആയിരുന്നിരിക്കണം. ഇപ്പൊ അത് ഡീക്ലാസിഫൈ ചെയ്ത് അത് പുറത്തറിയിക്കുന്നതായിരിക്കണം. അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഈ സെവൻത് ഫ്ലീറ്റിന്റെ മൂവ്മെന്റ് ഒക്കെ അക്കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ ഇന്ത്യ അല്ല ഇന്ന്, അതവർക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഇപ്പോഴും അതേ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ പാകിസ്ഥാനിലെ ഓയിൽ റിസർവ്സ് അവർ ഉണ്ടാക്കും, കണ്ടുപിടിക്കും. അധികം താമസിയാതെ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കേണ്ടി വരുമെന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. അവർ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണത്. അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലൊന്നാണത്. അപ്പോൾ 71-ൽ തീർച്ചയായിട്ടും സൈന്യം അത് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കത്തതാണ്. അതുകളുടെ ഒരു നയം ആണ്. ആ നയം മാറിയിട്ടില്ലെന്നും കൂടെയാണ് നമ്മളിതിൽ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ശരി, മറ്റൊന്ന്, അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ എന്തായിരിക്കാം ഇത്തരമൊരു നീക്കത്തിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുക? അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അവർക്ക് പാകിസ്ഥാൻ വിഭജിച്ച് പോകരുത്, അതായത് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആകരുത് എന്ന് അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അത് തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഈ സെവൻത് ഫ്ലീറ്റ് അവർ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സെവൻത് ഫ്ലീറ്റ് മൂവ് ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ ഒരു പരിശ്രമം ആയിട്ട് വേണം നമ്മൾ കാണാൻ. ഇപ്പൊ ഈ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, തീർച്ചയായിട്ടും ഒരു സപ്ലൈ ചെയ്തിട്ടുണ്ടാകും. 65-ലും അത് നടന്നിട്ടുണ്ട്. എല്ലാ കാലവും അവർ പാകിസ്ഥാനെ ഇന്ത്യക്ക് ഒരു ബദലായിട്ട് ഹൈഫനൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അത് ഇപ്പോഴും തുടരാനുള്ള ശ്രമമാണ് നടക്കുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് വെളിപ്പെടുത്തുകയാണ് ഭാരത സൈന്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം പാകിസ്ഥാനിൽ എത്തിച്ചു എന്നാണ് സൈന്യം പറഞ്ഞു വെക്കുന്നത്. ഐസൻ ജോസ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ. അതും സൈന്യം വെറുതെ ഒന്ന് പറയുകയല്ല ചെയ്തത്. അന്നത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ പത്ര കട്ടിങ്ങോട് കൂടിയാണ് ഇത്തരത്തിൽ സൈന്യം ഈ ഒരു വിവരം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. തീർച്ചയായും ദേവിക, വാർത്ത ഒരു ന്യൂസ് കട്ടിംഗ് എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിംഗ് എന്നതിനപ്പുറം ആ വാർത്തയുടെ ഗൗരവം അവർ ഉദ്ദേശിക്കുന്നത്, സൈന്യം ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൽ പറഞ്ഞ ഒരു മറുപടിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്, പാർലമെൻറ്റിൽ വസ്തുതാപരമായ കാര്യങ്ങൾ വസ്തുതാപരമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുക. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് കൃത്യമായ ഒരു ഭരണഘടനാ സാധ്യതകൾ, ഭരണഘടനയുടെ ഒരു നിയന്ത്രണമുള്ള സംവിധാനമായതുകൊണ്ട് തന്നെ അത് പറയുന്നത് കൃത്യമായ രേഖകളായി തന്നെ പരിണമിക്കുകയും ചെയ്യും. സ്വാഭാവികമായും അത്തരമൊരു രേഖയിലൂന്നിയ ഒരു പത്രവാർത്ത എന്ന രീതിയിലാണ്, പത്രവാർത്ത എന്നതിനപ്പുറം ആ വിവരത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്ന രീതിയിലാണ് ഈ വാർത്തകൾ നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പ് നമ്മുടെ അതിഥി രാജീവ് മണാലി പറഞ്ഞതുപോലെ, കേണൽ രാജീവ് മണാലി പറഞ്ഞതുപോലെ അന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സാഹചര്യവും ഇപ്പോൾ പരിശോധന വിധേയമാകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് വിശദ പരിശോധനകൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു അസ്ഥിരാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ ബംഗ്ലാദേശായി വിഘടിപ്പിച്ചു പോകാതിരിക്കാനുള്ള ഒരു
ഒരു നീക്കം പാകിസ്ഥാന് വേണ്ടി അമേരിക്ക നടത്തിയതായിരിക്കാമെന്നൊരു സൂചന അതിൽ വളരെ കൃത്യമായ ഒരു ജിയോ പൊളിറ്റിക്കൽ സൂചന അതിലുണ്ട്, ജിയോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഒരു സൂചന അതിലുണ്ട്. അത്തരത്തിലൊരു സൂചനയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നീക്കം നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോഴുള്ള ഒരു പശ്ചാത്തലം പാകിസ്ഥാനിൽ നിന്ന് എണ്ണ ഉൽപ്പാദനം പാകിസ്ഥാനിൽ കാര്യക്ഷമമായി നടത്തുന്നതിനും എണ്ണ എക്സ്കവേഷൻ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറയുകയും റഷ്യയുമായി എണ്ണ വാങ്ങരുതെന്ന് ഭാരതത്തോട് നിർദ്ദേശിക്കുകയും സ്വാഭാവികമായും ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കരുത് എന്ന രീതിയിലേക്ക് അടുത്ത ഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു നിർദ്ദേശം ഞാൻ ഒന്നുകൂടി ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ബ്രിഗേഡിയർ ബാലൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലൻ, ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഭാരത സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്ക വളരെ വലിയൊരു പങ്ക് അതിലുണ്ടായിട്ടുണ്ട് അമേരിക്കയ്ക്ക് എന്ന് തെളിയിക്കുന്ന ചില പത്രക്കട്ടിങ്ങുകളോടുകൂടിയാണ് ഇപ്പോൾ സൈന്യം ഈ വിവരം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം പാകിസ്ഥാനിൽ എത്തിച്ചു അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായും 1971 ഇന്ത്യ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പ്രത്യക്ഷ ഒരു ന്യൂട്രൽ അപ്രോച്ചാണ് US കാണിച്ചിരുന്നതെങ്കിലും ഈ അണിയറകൾക്ക് പിന്നിലായിട്ട് പ്രസിഡന്റ് നിക്സണും അദ്ദേഹത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഹെൻറി കിസിഞ്ചറും വളരെയധികം പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. പാകിസ്ഥാനിന് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ആയുധ നിരോധം ഉണ്ടായിരുന്നു. അതായത് ഒരു ആയുധങ്ങളൊന്നും അമേരിക്ക സപ്ലൈ ചെയ്യില്ല എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാനെ തേർഡ് പാർട്ടി ത്രൂയിലും ഡയറക്റ്റ് ആയിട്ടും വളരെയധികം സഹായിച്ചിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ അനുബന്ധിച്ച് ഓർക്കാനുള്ള ഒരു കാര്യം USS എന്റർപ്രൈസ് ആൻഡ് കരിയർ ഗ്രൂപ്പ്, അതായത് ഒരു നേവിയുടെ ഒരു വലിയ വിഭാഗം തന്നെ അവർ ബേ ഓഫ് ബംഗാളിലേക്ക് ശക്തിയുടെ ദ്യോതനമായിട്ട് ഇന്ത്യയെ ഒന്ന് ഞെട്ടിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്ന് താഴ്ത്തി കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഒരു ശക്തി പ്രകടനമായിട്ടും അവർ ഇത് നടത്തിയിരുന്നു. മാത്രമല്ല വളരെയധികം മിലിറ്ററി സപ്ലൈസ് അവർ പാകിസ്ഥാന് നേരിട്ട് കൊടുത്തിരുന്നത് മാത്രമല്ല ഈ വിമാനങ്ങളും ജോർഡൻ വഴി വിമാനങ്ങളും അന്ന് കൊടുത്തിരുന്നു. ഇതല്ലാതെ തന്നെ ഈ ആഭ്യന്തര തലത്തിൽ ഡിപ്ലോമാറ്റിക് സപ്പോർട്ടും വളരെയധികം കൊടുത്തിരുന്നു. ഈ യുണൈറ്റഡ് നേഷൻസില് പാകിസ്ഥാന് അനുകൂലമായിട്ട് വിധികളോ അല്ലെങ്കിൽ ചർച്ചകളോ എല്ലാത്തിലും അവർ അതിന് അനുകമ്പ അല്ലെങ്കിൽ സപ്പോർട്ട് പൂർണ്ണമായും സ്പഷ്ടരൂപത്തിലും പ്രകടിപ്പിച്ചു. ബാക്കിയുള്ളത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് വെറുതെ ഒരു പാഴ്വാക്കായിട്ട് മാത്രമേ അവരത് കരുതിയിട്ടുള്ളൂ. സീക്രട്ടായിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം അവര് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടുള്ളതിൽ ഒരു സംശയമുണ്ട്. ശരി, വളരെയധികം നന്ദി. 1 മണിക്കൂറിൽ പ്രതികരിച്ചതിന്. ഐസൻ ജോസ് തുടരുന്നുണ്ട്. ഐസൻ, എല്ലാവരും പറയുന്നത് തന്നെയാണ്, കൃത്യമായൊരു ലക്ഷ്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ പാകിസ്ഥാനെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമല്ല അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. എന്നിരുന്നാൽ പോലും അമേരിക്കയുടെ പങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. വളരെ നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഭാരത സൈന്യം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് അമേരിക്കയുടെ അന്നത്തെ ഇടപെടൽ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 7ാം കപ്പൽപ്പട എത്തുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളോട് ഭാരതത്തിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ നിരവധിയായ രീതിയിൽ ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനുള്ളൊരു നീക്കങ്ങൾ വളരെ കൃത്യമായി നടത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് USSRുമായി ഭാരതം ശക്തമായൊരു ബന്ധമുണ്ടാകുന്നതും. നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ സമാധാനപരമായ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മിലിറ്ററി ആവശ്യങ്ങൾക്കും USSRൽ നിന്നുള്ള സാങ്കേതിക പിന്തുണയും മറ്റും ലഭ്യമായിരുന്നൊരു സാഹചര്യം കൂടിയായിരുന്നത്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഉൾപ്പെടെയുള്ള വ്യാവസായികവൽക്കരണത്തിലെല്ലാം തന്നെ ശക്തമായൊരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ പഴയ USSRൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ദക്ഷിണേഷ്യയിലും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലും ഒരു സ്വാധീനം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ പാകിസ്ഥാനെ അടർത്തിയെടുക്കാനുള്ളൊരു നീക്കം തന്നെയായിരുന്നിരിക്കാം അമേരിക്ക നടത്തിയിരുന്നത് എന്നാണ് അന്ന് നിരീക്ഷിക്കപ്പെടുകയും ചെയ്തത്. സ്വാഭാവികമായും അത്തരത്തിലൊരു പാകിസ്ഥാൻ്റെ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ 2 രാജ്യങ്ങളായി മാറുന്നൊരു സാഹചര്യം ഒഴിവാക്കി ബംഗ്ലാദേശിനെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നൊരു സാഹചര്യം തന്നെ കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ചീപ്പ് റേറ്റിന്, അതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് മാർക്കറ്റിൽ അല്ലെങ്കിൽ അന്നത്തെ ആയുധ വിപണിയിലുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ, പേരിന് മാത്രമുള്ള നാമമാത്ര വിലയിൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ $2 കോടി മാത്രം ഇത്തരത്തിലുള്ള ഷിപ്മെൻറ്റുകൾ വരുന്നു എന്ന് പറയുമ്പോൾ അത്തരം വലിയൊരു വോളിയം തന്നെയാണ് ഷിപ്മെൻറ്റുകൾ ആയുധങ്ങൾ എത്തിയിരിക്കുന്നത് എങ്കിൽ കൂടി അതിൻ്റെ വില വളരെ കുറവാണ് എന്ന്
പറയുമ്പോൾ അമേരിക്കയുടെ കൃത്യമായൊരു താല്പര്യം ഒരു വാണിജ്യ തലത്തിലും വ്യവസായ തലത്തിലും അതുപോലെ തന്നെ ഭൗമ സ്വത്ത് ഭൂമിയുടെ സ്വത്തുക്കൾ അതായത് മിനറൽസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നതിനും ഓയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിനുമുള്ള ലക്ഷ്യങ്ങൾ 71 തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ മോഹൻ വർഗീസ്, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. 1971 പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധത്തിലായിരുന്നപ്പോൾ അമേരിക്കയ്ക്ക് അതിൽ കൃത്യമായ ഒരു പങ്കുണ്ടായിരുന്നു എന്ന് ഭാരത സൈന്യം ഇപ്പോൾ പറയുകയാണ്. $2 ബില്യൺ ആയുധങ്ങൾ കപ്പൽ മാർഗം അമേരിക്ക പാകിസ്ഥാനിൽ എത്തിച്ചു എന്നാണ് ഭാരത സൈന്യം നടത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ. ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ്. അത് കടന്നു വന്ന സമയം വളരെ നിർണായകവുമാണ്. ഇന്ത്യ അമേരിക്ക ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ട്രംപിന്റെ നികുതി പ്രഖ്യാപനവും ടാരിഫ് പ്രഖ്യാപനങ്ങളും നിരന്തരമായി മാറ്റിയും മറിച്ചും പറയുന്ന പ്രഖ്യാപനങ്ങളുടെ മധ്യേ കുറച്ചുകൂടി ക്ലാരിറ്റി വരികയാണ്. നമ്മുടെ നിലപാടുകൾക്ക്, ഭാരതത്തിന്റെ നിലപാടുകൾക്ക് കുറച്ചുകൂടി വ്യക്തതയും കൃത്യതയും മിഴിവും ഉണ്ടാകുന്ന ഒരു കാലമാണ് ഇത്. അതായത് ഈസ്റ്റേൺ കമാൻഡിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്, വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. $2 ബില്യൺ, അന്നത്തെ കാലത്തെ $2 ബില്യൺ, ഇന്ന് അതിനേക്കാൾ വളരെ കൂടുതലാണ് അതിന്റെ മൂല്യം എന്ന് ഓർക്കുക. അത്രയും ആയുധങ്ങൾ ബംഗ്ലാദേശ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാനായി അമേരിക്ക കപ്പലുകളിൽ പാകിസ്ഥാൻ അയച്ചു കൊടുത്തു എന്നതിന്റെ വിശ്വസ്തമായ വെളിപ്പെടുത്തലാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതിനർത്ഥം അമേരിക്ക എക്കാലത്തും കഴുകൻ കണ്ണുകളുമായി മാത്രമാണ് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ കണ്ടത്. ഒരിക്കലും അമേരിക്ക ന്യൂട്രൽ ആയിരുന്നില്ല. എക്കാലത്തും അമേരിക്ക പാകിസ്ഥാൻ പക്ഷപാതി ആയിരുന്നു എന്നതിന്റെ ആധികാരികമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ ഏറെ കേട്ടിട്ടുള്ള കാര്യമാണ്. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബേ ഓഫ് ബംഗാളിൽ അറേബ്യ, അതായത് ആ ഭാഗത്ത് ബംഗ്ലാദേശിനെ ചുറ്റും നിലയുറപ്പിച്ചതും ഇന്ത്യ റഷ്യയുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ അതിന്റെ ബലത്തിൽ യുദ്ധം വിജയിച്ചു വന്നതും അമേരിക്കൻ കപ്പൽപ്പടയോട് പോയി പണി നോക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന ശക്തിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞതുമെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ നടിക്കുന്ന സൗഹൃദത്തിന്റെ പിന്നിൽ ഒരു ഭൂതകാലത്തെ ഒരു കറുത്ത മുഖമുണ്ടായിരുന്നു. ഇനിയും അതേ മുഖം ഒരിക്കൽ കൂടി കാട്ടാൻ അമേരിക്ക മടിക്കില്ല എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രസ്താവനയാണ്. അമേരിക്ക പാകിസ്ഥാന് എണ്ണ പരിവേഷണത്തിന് വേണ്ടി സാങ്കേതിക വിദ്യ നൽകാൻ പോകുന്നു, മറ്റ് സഹായങ്ങളും നൽകാൻ പോകുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ ഭാരതത്തിന് എണ്ണ വിൽക്കുന്ന കാലം വിദൂരമല്ല എന്നുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ എവിടെയാണ് അമേരിക്കയുടെ ആത്യന്തിക താല്പര്യം എന്നത് ഒരിക്കൽ കൂടി വെളിവാകുകയാണ്. അപ്പൊ ഇറ്റ് ഇസ് ടൈം ദാറ്റ് ഇന്ത്യ ഹാസ് ടു ട്രെഡ് വെരി കോഷ്യസ്ലി. വൈകി എങ്കിൽ പോലും അമേരിക്കയുടെ തനി സ്വഭാവം, തനി ഗുണം, തനി താല്പര്യങ്ങൾ അത് മനസ്സിലാക്കാൻ കൂടുതലായി ഭാരതത്തിന് കഴിയുന്നു എന്നത് തീർച്ചയായും സുബോധർക്കമായ കാര്യമാണ്. കൂടുതൽ ബ്രിക്സ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് റഷ്യയുമായി കൂടുതൽ ബന്ധം തുടരാനുള്ള, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ തുടരാനുള്ള ശക്തമായ തീരുമാനം അമേരിക്കയുടെ കണ്ണുരുട്ടലുകൾക്കും ജൽപ്പനങ്ങൾക്കും വിധേയപ്പെടാതെ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ, സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ഇന്ത്യയുടെ വിഖ്യാതമായ ആ ഒരു നയം പിന്തുടരാൻ കുറച്ചുകൂടി ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന നിലപാടാണിത്. അത് കുറച്ചുകൂടി ആധികാരികമായി ഇപ്പോൾ ഈസ്റ്റേൺ കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചന വരുന്നു. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ ചേർന്നതിന്. ഐസൺ തുടരുന്നുണ്ട്. ഐസൺ, ഇപ്പോൾ എല്ലാവരും പറയുന്നത് തന്നെയാണ്, വളരെ നിർണായകമായൊരു സമയത്താണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തേക്ക് വരുന്നത്. അധിക താരിഫ് ഭാരതത്തിന് ചുമത്തുന്ന ഒരു ഘട്ടം തന്നെയാണ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ നമുക്കറിയാം, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ യാതൊരു തരത്തിലും അത് ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 10 മടങ്ങ് സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ദേവിക, നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്നലെ തന്നെ വളരെ കൃത്യമായൊരു നിലപാട് കൂടി, ഇന്നലെ ഏറ്റവും പുതിയ നിലപാട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത് ഭാരതത്തെ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒരു നിരവധി തരത്തിൽ, അതായത് വാണിജ്യ തലത്തിൽ വളരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലപാട് വളരെ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ പ്രസ്താവനയായി പുറപ്പെടുവിച്ചിരുന്നു. മാത്രമല്ല, എണ്ണയുടെ കാര്യത്തിലെല്ലാം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ അധിക പെനാൽറ്റി ചുമത്തുമെന്ന ഒരു നിലപാട് വളരെ കൃത്യമായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും നേരത്തെ അതൊരു ഭീഷണിയായി നിലനിന്നുവെങ്കിൽ ഇപ്പോൾ അത് നടപ്പാക്കുന്നു.
അതായത് 7-ാം തീയതി മുതൽ അത് നടപ്പാക്കാനുള്ള സാധ്യത തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് തീരുമാനിച്ചിരിക്കുന്നു എന്നൊരവസ്ഥ കൂടി നിലനിൽക്കുമ്പോഴാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഭാരതം തുടരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടുവീഴ്ചയില്ല. ഭാരതത്തിന് ഇക്കോണമി പ്രൈസിൽ ഈ എണ്ണ ലഭ്യമാകുകയും ആ എണ്ണ ലഭ്യമാകുന്നത് ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്നൊരു നീക്കമായി അല്ലെങ്കിൽ ഒരു നിലപാടായി ഭാരതം മുന്നോട്ട് വയ്ക്കുകയും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് അമേരിക്ക കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ കർക്കശമായ അല്ലെങ്കിൽ കുറെ കൂടി ഭാരതവിരുദ്ധമായ ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഇതിന് കാലിക പ്രസക്തിയുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നത്.